ശ്രീ ചിത്തിരതിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ്? നവംബർ 12-ാം തീയതി 1936. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ CV കുഞ്ഞിരാമൻ. താഴെ തരുന്ന പ്രസ്താവനയിൽ 1857 കലാപത്തിൻ്റെ പരിണിതഫലം അല്ലാത്തത് ഏത്? അല്ലാത്തത് കമ്പനി ചാർട്ടർ 20 വർഷത്തേക്ക് പുതുക്കപ്പെട്ടു എന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ വിദേശനയ തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളുടെ ഇടപെടൽ പരിഹരിക്കലും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏത്? മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു എന്നത്. നിർദ്ദിഷ്ട ആഴകളിൽ തുറമുഖമായ വാധ്വാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്ത്. ഭൂമിയുടെ മാൻറ്റിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഒരു പ്രദേശത്തിൻ്റെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ നാമം ഹൈഗ്രോമീറ്റർ. താഴെ പറയുന്നവയിൽ കുറോഷിയോ സമുദ്ര പ്രവാഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവന 2ഉം 3ഉം. അതായത് ജപ്പാൻ്റെ കിഴക്കൻ തീരപ്രദേശത്തുകൂടി ഒഴുകുന്ന ഒരു ഉഷ്ണജല സമുദ്ര പ്രവാഹമാണ് കുറോഷിയോ സമുദ്ര ജലപ്രവാഹം. ഇത് ബ്ലാക്ക് കറണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ. ഭൗമശാസ്ത്രമായ ഒരു വസ്തുവിൻ്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേര് നോൺ സ്പേഷ്യൽ ഡാറ്റ. വടക്കുപടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്ക് കിഴക്കുള്ള യമുന നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരഭാരതത്തിലെ സമതലം ഏത് പേരിൽ അറിയപ്പെടുന്നു? പഞ്ചാബ് ഹരിയാന സമതലം. 2024 നവംബർ 18-19 തീയതികളിൽ G20 ഉച്ചകോടിക്ക് ആതിഥേയം വഹിച്ച നഗരം റിയോ ഡി ജനീറോ, ബ്രസീൽ.